ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ എടുത്ത വീഡിയോ. ഞങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാങ്ങ ഉണ്ടോ തപ്പാൻ വേണ്ടി ഒന്ന് പോയതാണ്. അപ്പോൾ ഉണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന വഴിയിലായിട്ട് അവിടെ ഒരു വലിയ വിറകമ്പ് കിടക്കുന്നു. അത് അവൻ ആദ്യമേ പറഞ്ഞ് അമ്മയ്ക്കുള്ള ഐറ്റം അവിടെ വന്ന് കിടപ്പുണ്ടെന്ന്. അപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കാരണം കൊണ്ട് ഞങ്ങൾ വിറക് എവിടെ കണ്ടാലും വിടത്തില്ല. വിറക് അപ്പോൾ നല്ല ഒരുമാതിരി സൈസിലുള്ള ഒരു വിറക് കിട്ടി കേട്ടോ. ഇന്നലെ ഞാനിത് ഓൾറെഡി എഡിറ്റ് ചെയ്ത് വോയിസ് കയറ്റി ഇത് അപ്ലോഡ് ചെയ്തായിരുന്നു. പക്ഷേ ആ വോയിസിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് കയറിയത് കാരണം, പാട്ടിട്ട കാരണം അത് കോപ്പിറൈറ്റ് വന്ന് അത് പോയി. അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെ ഞാനത് വോയിസ് ഓവർ മാത്രം കൊടുത്ത് ഇടാൻ വേണ്ടി ഒന്നും കൂടെ എഡിറ്റ് ചെയ്താൽ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ചെന്നപ്പം റോഡ് നിറയെ മാങ്ങ വീണ് കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാവാണേ, വലിയ മാവാണേ. മാവ് നിൽക്കുന്നത് ഒരു കൈതത്തോട്ടത്തിൻ്റെ നടുക്ക്. അപ്പോൾ അതിന് കൈതയ്ക്കകത്തൊക്കെ ഒത്തിരി മാങ്ങ കിടപ്പുണ്ട്. പക്ഷെ നമുക്കത് പറിക്കാൻ കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം പാമ്പ് കടിക്കുന്നതിനെ കഴിഞ്ഞും വിഷവാ കൈത, മുള്ളു കൊള്ളുന്നതെന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം അത് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പഴുക്കും, ഉണങ്ങുകയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് കയറി പറിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് പുറമേ കിടന്നതെല്ലാം ഞങ്ങൾ മാക്സിമം പെറുക്കി. നല്ല പഴമായിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. എന്നാൽ ചിലതൊക്കെ പഴുക്കാത്തതായത് കൊണ്ട് ആ പഴുത്തതും കൂടി ഇട്ട കാരണം കൊണ്ട് തൈര്, അല്ലെങ്കിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് അല്പം തൈരൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പുളിയുടെ ആവശ്യം വന്നില്ല. ഇതുണ്ടോ, കൈതയ്ക്കകത്തൊക്കെ ഒത്തിരി മാങ്ങ കിടപ്പുണ്ട്. പക്ഷേ അത് പെറുക്കാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ ഒരു മീത്ത് കൊണ്ടാലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് ഒത്തിരി ഉള്ളിലോട്ട് കയറി പോവാതെ പുറമേ നിന്ന് പെറുക്കി. അതിൻ്റെ ഇടയ്ക്ക് അവൻ എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുക. അത്രയും വലിയ മാവിൻ്റെ മണ്ടയിലോട്ട് അവൻ എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുക മാവ്. അത് കിട്ടിയതൊന്നും പോരെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങളതെല്ലാം പെറുക്കി. ഇതൊക്കെ ഇവരുടെ ഒരു സന്തോഷത്തിന് വരുന്ന കേട്ടോ. അവർക്ക് അവധിയൊക്കെ തുടങ്ങി. അപ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത്. ഞാനെപ്പോഴും ഓർക്കും ഇങ്ങനെ നമ്മൾ അനുഭവിച്ച കുട്ടിക്കാലമൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ ഇവരും കൂടെ അങ്ങ് അനുഭവിക്കട്ടെ എന്ന്.